ഹലോ ഗായ്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ്റ്റ് കാർ പിക്സ്. അങ്ങനെ കുറേ കാലത്തെ ടെസ്റ്റിങ്ങിനൊക്കെ ശേഷം ടാറ്റ നമ്മുടെ കർവ് എന്ന് പറയുന്ന പുതിയ കൂപ്പെ SUV ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഇലക്ട്രിക് ആണ് ഇപ്പോൾ താൽക്കാലികമായി അവർ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ പ്രൈസും ഡീറ്റെയിൽസും എല്ലാം നമുക്കിപ്പോൾ അറിയാം. ഇത് ഇലക്ട്രിക്കൽ മാത്രമല്ല, നമുക്ക് പെട്രോളിനും ഡീസലിനും ഒക്കെ തന്നെ അവൈലബിൾ ആണ്. അത് പക്ഷേ സെപ്റ്റംബർ 2 വരാൻ പോകുന്നത്. ഇലക്ട്രിക് ഇപ്പോൾ ലോഞ്ച് ആയിട്ടുണ്ട്. നമുക്കിത് ഷോറൂംസിലൊക്കെ പോയി ഇനി വേണേൽ വാങ്ങാൻ പറ്റും. സോ ഇതിൻ്റെ ഡിസൈനിലേക്ക് വരികയാണെങ്കിൽ നമ്മൾ ഇതിനു മുമ്പ് കണ്ടിട്ടുള്ള പോലത്തെ സെയിം ഡിസൈൻ തന്നെയാണ്. അതായത് ഫ്രണ്ടൊക്കെ ഓൾമോസ്റ്റ് നെക്സോൺ പോലെ തന്നെയാണ് ഇരിക്കുന്നത്. പിന്നെ ഇതിനു മുമ്പ് ടാറ്റയും ഈ വാഹനം ഇഷ്ടം പോലെ ടീസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ അവർ തന്നെ റിവീൽ ചെയ്തിട്ടുണ്ട്. നമ്മൾ 5 കണ്ട പോലെ തന്നെ ഫ്രണ്ടിലാണ് ഈ വാഹനത്തിൻ്റെയും ചാർജിംഗ് പോർട്ട് വരുന്നത്. പിന്നെ ഇതിൻ്റെ അകത്ത് നമുക്ക് കണക്റ്റഡ് DRLs അവൈലബിൾ ആണ്. അത് ഇലക്ട്രിക് വണ്ടിയിൽ മാത്രമേ ഉള്ളൂ കേട്ടോ. നമ്മൾ പെട്രോൾ ഡീസൽ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ DRLs കണക്റ്റഡ് അല്ല. അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് നമുക്ക് പ്രത്യേകിച്ച് ഇങ്ങനെ ഗ്രില്ലൊന്നും അവൈലബിൾ അല്ല. അതും പെട്രോൾ പവർഡ് അല്ലെങ്കിൽ ഡീസൽ പവർഡ് മോഡൽസിലുണ്ട്. പിന്നെ ഇതിൻ്റെ ബമ്പറിൻ്റെ ഡിസൈൻ ടോട്ടലി ഡിഫറൻ്റ് ആണ്. നമുക്കത് കുറച്ചൊരു മോഡേൺ ലുക്കിംഗ് പാറ്റേൺ എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഇത് ഇലക്ട്രിക് ആയതുകൊണ്ട് അവർക്ക് കുറച്ചും കൂടെ ഓപ്ഷൻസ് അവൈലബിൾ ആണ്. ബമ്പറിനും അതുപോലെ നമ്മുടെ ഗ്രില്ലും സംഭവങ്ങളൊക്കെ ഡിസൈൻ ചെയ്യാം. കാരണം അതിൻ്റെ ഒന്നും ആവശ്യമില്ല. പ്രത്യേകിച്ച് ഇതിന് എയർ ഇൻടേക്കിന് ഒന്നും വേണ്ടല്ലോ. പിന്നെ ബാക്കി ഹെഡ്ലൈറ്റ്സ് ഒക്കെ നമുക്ക് സെയിം 5 അതുപോലെ തന്നെ നെക്സോൺ, ഹാരിയർ, സഫാരി ഇതിനകത്ത് കിട്ടുന്ന സെയിം യൂണിറ്റ് ആണ്. LED ഹെഡ് ലാംപ്സ് ആണ്. LED ഫോഗ് ലാംപ്സ് അവൈലബിൾ ആണ്. അതുപോലെ സൈഡ് ഇൻഡിക്കേറ്റേഴ്സ് എല്ലാം തന്നെ LED ആണ്. ഇതിനൊക്കെ പുറമെ നമുക്ക് ഈ വാഹനത്തിൽ ഒരു ഫ്രണ്ട് ട്രങ്ക് അവൈലബിൾ ആണ്, ഓർ ഫ്രങ്ക് എന്ന് വേണമെങ്കിൽ പറയാം. അതായത് അവരുടെ ഒരു സ്കേറ്റ് ബോർഡ് EV ആർക്കിടെക്ചറിൽ ബേസ് ചെയ്തിരിക്കുന്നതുകൊണ്ട് തന്നെ ഫ്രണ്ടിൽ കുറച്ചുകൂടി സ്ഥലമുണ്ട്. 11 ലിറ്റേഴ്സിനടുത്താണ് അവർ ഇതിൻ്റെ ഫ്രണ്ടിൽ സ്റ്റോറേജ് കപ്പാസിറ്റി പറയുന്നത്. ഇനി സൈഡ് പ്രൊഫൈലിലേക്ക് വരികയാണെങ്കിൽ അവിടെയാണ് നമുക്ക് ഈ വാഹനത്തിൻ്റെ യഥാർത്ഥ രൂപം മനസ്സിലാക്കാൻ പറ്റുന്നത്. കാരണം ഏറ്റവും കൂടുതൽ അവർ വർക്ക് ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ സൈഡിലും ബാക്കിലുമാണ്. ഇതിപ്പോൾ ഒരു കൂപ്പെ SUV ആയതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ അഫോർഡബിൾ റേഞ്ചിൽ വരുന്ന രണ്ടാമത്തെ കൂപ്പെ SUV ആണിത്. ആദ്യം ബസാൾട്ട് സിട്രോയിൻ ഇറക്കിയായിരുന്നത്. ഇവരെയൊക്കെ കുറച്ചുകൂടെ മുന്നേ ഇറക്കി മീൻസ് അതും അവർ റിവീൽ ചെയ്തിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ ഈ വണ്ടി നമുക്ക് പ്രോപ്പറായിട്ട് കാണാൻ പറ്റുന്ന ഇപ്പോഴാണല്ലോ. ഇതിൻ്റെ അകത്ത് ബാക്കിലേക്ക് വരുമ്പോൾ ഒരു സ്ലോപ്പിംഗ് റൂഫ് ലൈനാണ് കൊടുത്തിരിക്കുന്നത്. അതായത് നല്ല രീതിയിൽ തന്നെ സ്ലോപ്പ് ചെയ്താണ് പോകുന്നത്. നമ്മളിപ്പോൾ ഇൻ്റർനാഷണലി വരുന്ന BMW അല്ലെങ്കിൽ മെർസിഡീസിൻ്റെയൊക്കെ വണ്ടികൾ നമ്മൾ കണ്ടിട്ടുണ്ട് കൂപ്പെ SUV ആയിട്ട്. പക്ഷെ അതൊന്നും നമുക്കിവിടെ 20 lakhs താഴെ അങ്ങനെ കിട്ടിയിട്ടില്ലായിരുന്നു. എന്തായാലും ഈ വാഹനത്തിനകത്ത് ഡിഫറൻസ് നമുക്ക് പറയാൻ പറ്റുന്നത് ഇതിൻ്റെ ഡോർ ഹാൻഡിൽസിലൊക്കെയാണ്. സംഭവം ഡോറിൻ്റെ ഒക്കെ ഡിസൈൻ സെയിം നെക്സോൺ പോലെ തന്നെയാണെങ്കിലും നമുക്ക് ഫ്ലാപ്പ് ടൈപ്പ് ഡോർ ഹാൻഡിൽസ് അല്ല, ഫ്ലഷ് ഫിറ്റിംഗ് ഡോർ ഹാൻഡിൽസ് ആണ് വരുന്നത്. അതായത് അത് പോപ്പപ്പ് ചെയ്ത് ഇങ്ങോട്ട് പുറത്തേക്ക് വരും. അതിൻ്റെ അകത്ത് തന്നെ റിക്വസ്റ്റ് സെൻസേഴ്സും സംഭവങ്ങളൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. പിന്നെ റൂഫിലായിട്ട് ഷാർക്ക് ഫിൻ ആൻറ്റിന കൊടുത്തിട്ടുണ്ട്. ഈ വാഹനത്തിൽ സൈഡ് ബോഡി ക്ലാഡിംഗ് ഉണ്ട്. ഗ്ലോസി ബ്ലാക്ക് ഫിനിഷിലാണ് കൊടുത്തിരിക്കുന്നത്. ഇതിനൊരു SUV എന്ന് വിളിക്കുന്നത് കൊണ്ടാണ് ഒരു സൈഡ് ബോഡി ക്ലാഡിംഗ് കൊടുത്ത്. കൂപ്പെ ആണല്ലോ, അപ്പോൾ അത് SUV ആയിട്ട് കാണിക്കാൻ വേണം. പിന്നെ നമുക്ക് സൈഡിലായിട്ട് EV എന്ന് പറയുന്നൊരു ബാഡ്ജിങ് അവൈലബിൾ ആണ്. പിന്നെ പഴയ ടാറ്റയുടെ ഇലക്ട്രിക് വണ്ടികൾ പോലെ നമുക്ക് ഇതിൻ്റെ അകത്ത് ഒരുപാട് ബ്ലൂ ലൈൻസോ സംഭവങ്ങളോ ഒന്നും തന്നെ ഇല്ല. അതുകൊണ്ട് അത് നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമില്ല. മറ്റതിനകത്ത് നമുക്ക് ഈ വണ്ടി ഇലക്ട്രിക് ആണ് സ്റ്റാൻഡ് ഔട്ട് ചെയ്യുന്ന രീതിയിൽ കുറച്ച് സംഭവങ്ങൾ ഉണ്ടായിരുന്നല്ലോ. ഇതിലാകെപ്പാടെ സൈഡിലൊരു ബ്ലൂ ബാഡ്ജിങ് ഉണ്ട്, EV എന്ന് പറഞ്ഞത്രേ ഉള്ളൂ. പിന്നെ ഇതിൻ്റെ അലോയ്സ് നമുക്ക് കാണാം 18 ഇഞ്ച് വീൽസ് ആണ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ അത് കണ്ടപ്പെട്ടെന്ന് 18 ആണെന്ന് തോന്നുന്നില്ലായിരിക്കും. സ്റ്റിൽ അതിൻ്റെ അകത്ത് എയറോ ഇൻസേർട്സ് ഒക്കെ ഉള്ളതുകൊണ്ടാണ് നമുക്ക് അത്രയും ഭയങ്കര സൈസ് തോന്നാത്തത്. പിന്നെ 4 വീലിലും ഡിസ്ക് ബ്രേക്സും ടാറ്റ പ്രാവശ്യം കൊടുത്തിട്ടുണ്ട്. അതൊക്കെ നല്ല ഒരു ഫീച്ചറായിട്ട് പറയാം. ഇനി റിയർ പ്രൊഫൈൽ, അതാണ് ടാറ്റ വീണ്ടും വർക്ക് ചെയ്തിരിക്കുന്ന അടുത്തൊരു സംഭവം. നമുക്കിപ്പോൾ മൊത്തത്തിലുള്ള ഈ വാഹനത്തിൻ്റെ ഷെല്ലും സംഭവങ്ങളെല്ലാം നെക്സോണിൽ ഇൻസ്പയർഡ് ആണെങ്കിൽ റിയർ പ്രൊഫൈലിലേക്ക് വരുമ്പോൾ മൊത്തമായിട്ട് അവർ റീവർക്ക് ചെയ്തിട്ടുണ്ട്. കാരണം ഇതിൻ്റെ ലൈറ്റ്സിൻ്റെ ഡിസൈനൊക്കെ നോക്കുകയാണെങ്കിൽ വളരെ സ്ലിം ആൻഡ് സ്ലീക്കാണ്. ഒരു തിന്നായിട്ടുള്ള ലൈനാണ് നമുക്ക് ഇതിൻ്റെ ലൈറ്റ്സ് ആയിട്ട് പോകുന്നത്. നമുക്ക് കണക്റ്റഡ് ടെയിൽ ലാംപ്സ് ഒക്കെ ഇതിൻ്റെ അകത്ത് അവൈലബിൾ ആണ്. LED ടെയിൽ ലൈറ്റ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ താഴത്തായിട്ടാണ് നമുക്ക് അതിൻ്റെ റിവേഴ്സ് ലൈറ്റും റിഫ്ലക്ടർ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കുറച്ച് ലൈറ്റ്സ് വരുന്നത്. പിന്നെ ബാക്കിൽ Curve.ev എന്ന് പറയുന്ന ബാഡ്ജിങ് ഉണ്ട്. ആൻഡ് ബമ്പറിൻ്റെ താഴത്ത് നോക്കുകയാണെങ്കിൽ സിൽവർ സ്കിപ്പ് പ്ലേറ്റ്സും സംഭവങ്ങളൊക്കെ നമുക്ക് ഇതിനകത്ത് അവൈലബിൾ ആണ്. പിന്നെ ചെറിയൊരു സ്പോയിലർ പോലത്തെ ട്രീറ്റ്മെൻറ്റ് അവർ കൊടുത്തിട്ടുണ്ട്. മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ഈ വാഹനത്തിൻ്റെ റിയർ ഡിസൈൻ അത്യാവശ്യം നല്ലതാണ്. പിന്നെ ബൂട്ട് സ്പേസ് ആണെങ്കിൽ പോലും ഈ കൂപ്പെ SUVസിൻ്റെ ബൂട്ട് സ്പേസ് പൊതുവെ അത്യാവശ്യം നല്ലതായിരിക്കും. നമുക്കിതിൻ്റെ അകത്ത് 500 ലിറ്റേഴ്സ് ഓഫ് ബൂട്ട് സ്പേസ് ആണ് വരുന്നത്. ഈവൻ ബസാൾട്ട് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ അകത്ത് 470-480 ലിറ്റേഴ്സിനടുത്ത് ബൂട്ട് സ്പേസ് ഉണ്ടായിരുന്നു. പിന്നെ ഇതിൻ്റെ അകത്ത് കൂപ്പെ SUV ആയതുകൊണ്ട് തന്നെ നമുക്ക് സാധാരണ സെഡാൻസിൽ വരുന്നതിൽ ചെറിയൊരു പോർഷൻ മാത്രമല്ല ലിഫ്റ്റ് ആവുന്നത്. ബാക്കിലത്തെ വിൻഷീൽഡെല്ലാം കൂടെ അങ്ങോട്ട് ലിഫ്റ്റ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് നമുക്ക് സാധനങ്ങൾ വെക്കാനാണെങ്കിലും എല്ലാം കുറച്ച് കൺവീനിയൻ്റ് ആണ്. പിന്നെ നമുക്ക് ആ മുകളിലേക്കുള്ള അഡീഷണൽ സ്പേസും കിട്ടും. പാർസൽ ട്രക്ക് ഇതിൻ്റെ അകത്തുണ്ട്. ഇനി ഇൻറ്റീരിയറിലേക്ക് വരികയാണെങ്കിൽ ഇഷ്ടംപോലെ ഫീച്ചേഴ്സ് വെച്ചാണ് ടാറ്റ ഒരു പുതിയ വാഹനം ഇറക്കിയിരിക്കുന്നത്. നമുക്കിതിൻ്റെ ഡാഷ്ബോർഡിൻ്റെ ലേഔട്ടൊക്കെ കാണാം. ഇതിപ്പോൾ ഇലക്ട്രിക് ആയതുകൊണ്ട് നമുക്കിതിൻ്റെ അകത്തൊരു വൈറ്റ് ആൻഡ് ബ്ലാക്കിൻ്റെ കോമ്പിനേഷനാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ അത് ഓരോ വേരിയൻസ് അനുസരിച്ച് ഡിഫറൻ്റ് ആണ് കേട്ടോ. നമുക്ക് ഓരോ കളർ കോമ്പിനേഷൻ വേണമെങ്കിൽ ചൂസ് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ തന്നെ ഒരു ബ്രൗൺ അങ്ങനത്തെ കളറിലൊക്കെ ഉള്ള ഇൻറ്റീരിയേഴ്സ് ഒക്കെ ടാറ്റ തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എന്തായാലും അവരിപ്പം ഫ്ലാഗ്ഷിപ്പായിട്ട് കാണിച്ചിരിക്കുന്ന ഈ ഒരു പ്രീമിയം വൈറ്റ് ആൻഡ് ബ്ലാക്കിൻ്റെ കോമ്പിനേഷനാണ് എന്ന് മാത്രം. പിന്നെ സ്റ്റിയറിംഗ് വീലൊക്കെ നമ്മൾ സഫാരിയിലൊക്കെ കണ്ട പോലത്തെ 4 സ്പോക്ക് സ്റ്റിയറിംഗ് വീലാണ് കൊടുത്തിരിക്കുന്നത്. സ്റ്റിയറിംഗ് മോഡ് കൺട്രോൾസ്, ക്രൂസ് കൺട്രോളിന് സ്വിച്ച് എല്ലാം തന്നെ നമുക്ക് അവൈലബിൾ ആണ്. പിന്നെ ഈ വാഹനത്തിനകത്ത് നമുക്ക്
ഇൻഫോടൈം സിസ്റ്റം വരുന്നത് 12.3 ഇഞ്ചാണ്. അതിൻ്റെ അകത്ത് ടാറ്റയുടെ Arcade.ev ഫീച്ചേഴ്സ് വരുന്നുണ്ട്. പിന്നെ വയർലെസ് ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ അതൊക്കെ ഒബ്വിയസ്ലി അവൈലബിൾ ആണ്. 10.25 ഇഞ്ച് സൈസ് വരുന്ന ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ ആണ് ഇതിൻ്റെ അകത്ത് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇലക്ട്രോണിക് പാർക്കിംഗ് ബ്രേക്ക് അവൈലബിൾ ആണ്. പിന്നെ വയർലെസ് ഫോൺ ചാർജിങ് ഉണ്ട്. ഫ്രണ്ടിൽ വെന്റിലേറ്റഡ് സീറ്റ്സ് അവൈലബിൾ ആണ്. അങ്ങനെ ഫീച്ചേഴ്സിൻ്റെ കാര്യത്തിലൊന്നും യാതൊരു കുറവില്ല. നമ്മൾ ഇതിനു മുമ്പ് ടാറ്റയുടെ വാഹനങ്ങളിലൊക്കെ കണ്ടിട്ടുള്ള ഫീച്ചേഴ്സ് തന്നെയാണ് ഇതിൻ്റെ അകത്തും അവർ കൊടുത്തിരിക്കുന്നത്. ഗിയറിൻ്റെ നോബാണെങ്കിൽ പോലും, അതായത് നമ്മുടെ ഡ്രൈവ് മോഡ് സെലക്ടിങ് നോബാണെങ്കിൽ പോലും അതും ഇതിനു മുമ്പ് നെക്സോൺ EVയിൽ കണ്ടിട്ടുള്ള ആ സെയിം സംഭവം തന്നെയാണ്. പിന്നെ മൾട്ടിപ്പിൾ ഡ്രൈവ് മോഡ്സ് അവൈലബിൾ ആണ്. പിന്നെ ഇതിൽ 360° പാർക്കിംഗ് ക്യാമറ ഉണ്ട്, ബ്ലൈൻഡ് സ്പോട്ട് മോണിറ്റർ ഉണ്ട്, അതുപോലെ ഓട്ടോ ഡിമിങ് IR-beams ഉണ്ട്. ഇതിനൊക്കെ പുറമെ ഡ്രൈവർ സൈഡ് 6-way ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ സീറ്റ്സ് ആണ് വരുന്നത്. ഈവൻ പാസഞ്ചർ സൈഡിൽ നമുക്ക് 6-way അഡ്ജസ്റ്റ് ചെയ്യാം, അതായത് ഹൈറ്റൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ അത് ഇലക്ട്രിക് അല്ല, മാനുവൽ ആണ്. സ്റ്റിൽ ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് ഒരു പാസഞ്ചർ സൈഡിൽ കൊടുത്തിട്ടുണ്ട്. അതൊരു യൂണീക്കായിട്ട് പറയാൻ പറ്റുന്ന സംവിധാനമാണ്. ഇതിനൊക്കെ പുറമെ എല്ലാവരുടെയും കണ്ണിലുണ്ണിയായ പാനോറാമിക് സൺറൂഫ് ഇതിൻ്റെ അകത്ത് അവൈലബിൾ ആണ്. നെക്സോണിൽ നമുക്കിതില്ലായിരുന്നു. പക്ഷേ നെക്സോൺ ആക്ച്വലി ഒരു പാനോറാമിക് സൺറൂഫ് വെച്ച് ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ അധികം വൈകാതെ നെക്സോണിൽ നമുക്ക് പാനോറാമിക് സൺറൂഫ് കാണാൻ പറ്റും. പിന്നെ ഒരു ഡിഫറൻസ് വരുന്നതിൻ്റെ അകത്ത് നമുക്ക് മറ്റേ ആംബിയൻ ലൈറ്റ്സും സംഭവങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഈവൻ ഡാഷ്ബോർഡിൽ സോഫ്റ്റ് ടച്ച് പോലത്തെ മെറ്റീരിയൽസ് ഉപയോഗിച്ചിട്ടുണ്ട്. എക്സാക്ട്ലി അത് സോഫ്റ്റ് ടച്ച് അല്ല. നെക്സോൺ ഞങ്ങൾക്ക് ഇറക്കിയപ്പോൾ സോഫ്റ്റ് ടച്ച് അല്ലായിരുന്നു, ഹാർഡ് ടച്ച് തന്നെയായിരുന്നു. പക്ഷേ ക്വാളിറ്റി ഒക്കെ ഡീസൻ്റ് ആയിരുന്നു. പിന്നെ ഇതിൻ്റെ അകത്ത് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഈ സെഗ്മെൻറ്റ് ഫസ്റ്റ് ആയിട്ട് പറയാൻ പറ്റുന്ന ഇലക്ട്രിക് പാർക്കിംഗ് ബ്രേക്ക് വിത്ത് ഗസ്റ്റ് കൺട്രോൾ അവൈലബിൾ ആണ്. അത് ഈ ഒരു സെഗ്മെൻറ്റിൽ ഒറ്റൊരു വണ്ടിയിൽ നമുക്ക് കിട്ടില്ല. ആക്ച്വലി ഏറ്റവും ചീപ്പസ്റ്റ് ആയിട്ട് ഇതുവരെ കിട്ടിയിരുന്ന ഹെക്ടറിലായിരുന്നു. ഇപ്പോൾ കർവ് ഇറങ്ങിയതോടുകൂടി ഇതിൻ്റെ അകത്തായി. ഇത് നമുക്ക് ഇലക്ട്രിക്കൽ മാത്രമല്ല, ഡീസൽ, പെട്രോൾ തുടങ്ങിയ വേർഷൻസിലൊക്കെ തന്നെ ഉണ്ടാവും. അത് കുറച്ചുകൂടെ കുറഞ്ഞ പ്രൈസിൽ നമുക്ക് ഈ ഫീച്ചേഴ്സ് കിട്ടും. സോ അതൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫീച്ചറായിട്ട് എനിക്ക് തോന്നി. പിന്നെ നമുക്ക് അഡ്വാൻസ്ഡ് എയർ റെസിസ്റ്റൻസ് സിസ്റ്റം അവൈലബിൾ ആണ്. ലെവൽ 2 ആണ് വരുന്നത്. ടാറ്റ ക്ലെയിം ചെയ്യുന്ന ഏറ്റവും കൂടുതൽ ADAS ഫീച്ചേഴ്സ് വരുന്നത് ഈ ഒരു സെഗ്മെൻറ്റിൽ, ഈ വാഹനത്തിൽ തന്നെയാണ് എന്നാണ്. ബാക്കി അതിനെപ്പറ്റി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. കുറേ ഫീച്ചേഴ്സ് ഉണ്ട്, അതെല്ലാം കൂടെ പറയുന്നത് കഴിഞ്ഞാൽ പിന്നെ തീരില്ല. അതല്ലാതെ നോക്കുകയാണെങ്കിൽ സേഫ്റ്റിയുടെ കാര്യത്തിൽ നമുക്ക് ടാറ്റ ഓൾറെഡി കൊടുക്കുന്ന 6 എയർ ബാഗ്സ്, ESP, ട്രാക്ഷൻ കൺട്രോൾ, അങ്ങനത്തെ എല്ലാ ഫീച്ചേഴ്സും സ്റ്റാൻഡേർഡ് ആയിട്ട് തന്നെ ഈ വാഹനത്തിനും കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓൾ വീൽ ഡിസ്ക് ബ്രേക്സും നമുക്ക് അവൈലബിൾ ആണ്. സോ സേഫ്റ്റിയുടെ കാര്യത്തിൽ എന്തായാലും ഇത് 5 സ്റ്റാർ സേഫ്റ്റി റേറ്റിംഗ് ആയിരിക്കും. അതിപ്പം ടെസ്റ്റ് വരുന്നതിന് മുമ്പ് തന്നെ നമുക്ക് പറയാം. ടാറ്റ എന്ത് ചെയ്താലും സേഫ്റ്റി 5 സ്റ്റാർ വിട്ടൊരു പരിപാടിയില്ല. ഇനി പവർ ട്രെയിൻ ഓപ്ഷൻസിലേക്ക് വരികയാണെങ്കിൽ ഇലക്ട്രിക് ആയതുകൊണ്ട് നമുക്ക് 2 ബാറ്ററി കൺഫിഗറേഷൻസ് ആണ് ഇതിൻ്റെ അകത്ത് കിട്ടുന്നത്. കെയർ 55 ഉണ്ട്, കെയർ 45 ഉണ്ട്. 45 ആണ് എൻട്രി സ്പെക് മോഡൽ. അതിനകത്ത് വരുന്ന 45 kWh ബാറ്ററി പാക്ക് ആണ്. ആൻഡ് പവർ വരുന്ന 150 PS, ടോർക്ക് 215 Nm ആണ്. ക്ലെയിംഡ് റേഞ്ച് 502 km ആണ് അതിൻ്റെ. അതായത് നമ്മുടെ നെക്സോണിൽ വരുന്ന 40.5 kWh ബാറ്ററി പാക്കിനേക്കാൾ ഇതിന് സൈസ് കൂടുതലാണ്, ക്ലെയിംഡ് റേഞ്ചും കൂടുതലാണ്. സീറോ ടോണിൻ്റെ അവർ ക്ലെയിം ചെയ്യുന്ന ഈ പെർട്ടിക്കുലർ ലോ റേഞ്ച് മോഡൽ, അതായത് മീഡിയം റേഞ്ച് മോഡലിന് 9 seconds ആണ്. പിന്നെ വരുന്നത് 55 kWh ബാറ്ററി പാക്ക് ആണ്. ഈ ഒരു സെഗ്മെൻറ്റിൽ അത്യാവശ്യം നല്ല സൈസുള്ള ബാറ്ററി പാക്കാണ് അത് എന്ന് തന്നെ നമുക്ക് പറയാം. കാരണം ZS EVയിൽ ഒരു 50.3 ഉള്ളൂ, അതിനേക്കാൾ 5 kWh കൂടുതലുണ്ട്. ക്ലെയിംഡ് റേഞ്ച് 585 km ആണ്. അത് അത്യാവശ്യം വളരെ ഇമ്പ്രസീവ് ആണെന്ന് തന്നെ പറയാം. ഈ സെഗ്മെൻറ്റിൽ അത്രയും ക്ലെയിംഡ് റേഞ്ചുള്ള വേറെ വണ്ടികളൊന്നുമില്ല. പിന്നെ ഇതിൻ്റെ അകത്ത് ഇപ്പോൾ നമുക്ക് പവർ ആണെങ്കിലും 167 PS, ടോർക്ക് സെയിം ആണ്, 215 Nm ഒക്കെ കിട്ടുന്നുണ്ട്. സീറോ ടോണിൻ്റെ അവർ ക്ലെയിം ചെയ്യുന്ന 8.6 seconds ആണ്. ഇപ്പോൾ ടെക്നിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളും ഫീച്ചേഴ്സും ഒക്കെ നമ്മളെല്ലാം നോക്കി. ഇനി നോക്കാനുള്ളത് പ്രൈസും വേരിയൻസും ഒക്കെയാണ്. ബേസിക് ആയിട്ട് ഈ വാഹനത്തിൽ 5 വേരിയൻസ് ആണ് വരുന്നത്. ക്രിയേറ്റീവ് ഉണ്ട്, അതാണ് ബേസ് മോഡൽ. പിന്നെ അക്കംപ്ലിഷ്ഡ് പ്ലസ് S ഉണ്ട്, അതുപോലെ എംപവേർഡ് പ്ലസ് ഉണ്ട്, എംപവേർഡ് പ്ലസ് എയും ഉണ്ട്. എ എന്ന് പറയുന്ന ADAS ആണ്, അതാണ് ഏറ്റവും ടോപ്പ് ആൻഡ് ട്രിം. 17.49 lakhs ഈ വാഹനത്തിൻ്റെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമുക്ക് 45 kWh ബാറ്ററി പാക്കുള്ള മോഡൽ അക്കംപ്ലിഷ്ഡ് പ്ലസ് വരെയുള്ള 3 വേരിയൻസിലാണ് കിട്ടുന്നത്. 19.29 lakhs അത് ടോപ്പ് ഔട്ട് ചെയ്യുന്നത്. പിന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന അക്കംപ്ലിഷ്ഡ് വേരിയൻറ്റ് മുതലാണ് 55 kWh ബാറ്ററി പാക്കുള്ള മോഡൽ. അത് 19.25 lakhs സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിന് മുകളിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ 4 വേരിയൻസ് ആണ് അതിൻ്റെ അകത്ത് കിട്ടുന്നത്. അക്കംപ്ലിഷ്ഡ് പ്ലസ് S, എംപവേർഡ് പ്ലസ് എ. 21.99, അതായത് ഓൾമോസ്റ്റ് 22 lakhs അത് ടോപ്പ് ഔട്ട് ചെയ്യുന്നത് എന്ന് പറയാം. ശരിക്കും ഇതിൻ്റെ പ്രൈസിങ് അത്യാവശ്യം ഇംപ്രസീവ് ആണ് നമ്മൾ നെക്സോൺ EVയുടെ പ്രൈസ് വെച്ച് ഡയറക്റ്റ് കമ്പയർ ചെയ്യുകയാണെങ്കിൽ. നെക്സോൺ EVയുടെ ലോങ് റേഞ്ച്, അതായത് 40.5 kWh വെച്ച് വരുന്ന മോഡൽ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ 17 lakhs. ഈ വണ്ടി നമുക്ക് 17.5 കൊടുക്കുകയാണെങ്കിൽ അതിനേക്കാൾ അഡീഷണൽ സൈസുള്ള ബാറ്ററിയും കിട്ടും, കുറച്ചുകൂടെ വലിയ വണ്ടിയും കിട്ടും. പിന്നെ നെക്സോൺ EVയുടെ ലോങ് റേഞ്ച് മോഡൽ ടോപ്പ് ഔട്ട് ചെയ്യുന്നത് 19.5 lakhs. ആ ഒരു പ്രൈസ് പോയിന്റിൻ്റെ അടുത്തായിട്ട് നമുക്ക് ഇതിൻ്റെ അക്കംപ്ലിഷ്ഡ് പ്ലസ് S ഒക്കെ കിട്ടും. ഒരു 50,000 കൂടുതൽ കൊടുത്താൽ മതി. എഗെയിൻ നമുക്ക് ഇതിൻ്റെ അകത്ത് ബെറ്റർ സൈസ് കിട്ടും. ഫീച്ചേഴ്സ് ചിലപ്പം നെക്സോണിലായിരിക്കും കൂടുതൽ, കാരണം അത് ടോപ്പ് എൻഡ് ആണല്ലോ. ബട്ട് സ്റ്റിൽ റേഞ്ച് വെച്ച് നോക്കുകയാണെങ്കിൽ ഈ വണ്ടി വളരെയധികം ബെറ്റർ ആയിരിക്കും സിമിലർ പ്രൈസ് പോയിന്റിൽ. കാരണം മറ്റേതിനേക്കാൾ ഇതിൻ്റെ ലോങ് റേഞ്ച് എടുക്കുകയാണെങ്കിൽ 15 kWh ആണ് ബാറ്ററിയുടെ സൈസിൽ വ്യത്യാസം വരുന്നത്. 15 kWh ബാറ്ററി ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഒരു ടിയാഗോ EVയിൽ വരുന്ന 24 kWh ബാറ്ററി പാക്കാണ്. അപ്പോൾ അത് വെച്ച് നിങ്ങൾക്ക് എസ്റ്റിമേറ്റ് ചെയ്യാവുന്നേ ഉള്ളൂ. റിയൽ ലൈഫ് റേഞ്ചിലും അത്യാവശ്യം നല്ല ഡിഫറൻസ് ഉണ്ടായിരിക്കും. കാരണം നെക്സോണിൽ പൊതുവെ എല്ലാവർക്കും കിട്ടാറുള്ളത് 280 to 350 km റേഞ്ചിലാണ്, ലോങ് റേഞ്ചിൽ.
പിന്നെ നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് വരുമ്പം ഇത്രയും അവർ ക്ലെയിം ചെയ്യുന്ന സ്ഥിതിക്കും ഇത്രയും വലിയ ബാറ്ററി പാക്ക് ആയ സ്ഥിതിക്കും എങ്ങനെയായാലും 580 അവർ ക്ലെയിം ചെയ്യുന്നതുകൊണ്ട് 350 to 400 or 450 വരെയൊക്കെ ഈസി ആയിട്ട് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. അത് നമ്മൾ മനസ്സിലാക്കിയൊക്കെ ഓടിക്കുകയാണെങ്കിൽ അത് അത്യാവശ്യം യൂസബിൾ ആയിട്ടുള്ള റേഞ്ചാണ്. നമ്മൾ അങ്ങനെ വഴി കിടക്കേണ്ട ആവശ്യമൊന്നും വരില്ല. എങ്ങനെയൊക്കെ പോയാലും കുറച്ച് ദൂരം ഓടിച്ച് കഴിയുമ്പോൾ നമ്മളൊരു ബ്രേക്ക് എടുക്കും. ആ ബ്രേക്ക് എടുക്കുന്ന സമയം വേറെ എന്തായാലും വണ്ടി ഓടിക്കോളും. ഒറ്റ കാര്യമുള്ളൂ, ആ ബ്രേക്ക് എടുക്കുന്ന സ്ഥലത്ത് ചാർജിങ് സ്റ്റേഷൻ ഉണ്ടാവുക എന്നുള്ളത് നമ്മൾ ഉറപ്പിക്കണം. പിന്നെ ഞാൻ നേരത്തെ പറയാൻ വിട്ടുപോയൊരു സംഭവമാണ് ഇതിനകത്ത് വെഹിക്കിൾ ടു വെഹിക്കിളും വെഹിക്കിൾ ടു ലോഡും ഉണ്ട് എന്നുള്ള സംഭവം. അത് നെക്സോൺ EV നമ്മൾ കണ്ടാണ്. അതായത് ഈ വണ്ടിയുടെ കറണ്ട് വെച്ച് നമുക്ക് വേണമെങ്കിൽ ഒരു ബിൽഡിംഗ് പവർ ചെയ്യാൻ പറ്റും, വേണമെങ്കിൽ ഒരു ഇലക്ട്രിക് വണ്ടി വേറെ ചാർജിങ് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിൻ്റെ ടോപ്പ് സ്പീഡ് അവർ ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്, 160 km/h ആക്കിയിട്ടുണ്ട്. അതുപോലെ ചാർജിങ് സ്പീഡ് ഇമ്പ്രൂവ് ആക്കിയിട്ടുണ്ട്. 70 kWh ചാർജിങ് ആണ് ഇപ്പോൾ ഒരു വാഹനം സപ്പോർട്ട് ചെയ്യുന്നത്. പണ്ട് 50 വരെ ഉണ്ടായിരുന്നുള്ളൂ. അതായത് ഇപ്പോൾ 70 kWh ഉള്ള ഒരു ചാർജറിൽ നിങ്ങൾ കൊണ്ട് കണക്ട് ചെയ്യുകയാണെങ്കിൽ 15 മിനിറ്റ് കൊണ്ട് 150 km വരെ ഓടാനുള്ള അത്രയും റേഞ്ച് ഈ വാഹനത്തിന് കിട്ടും എന്നാണ് ടാറ്റ ക്ലെയിം ചെയ്യുന്നത്. എഗൈൻ അത് ക്ലെയിംഡ് നമ്പറാണ്. അപ്പോൾ അങ്ങനെ ഒരു രീതിയിൽ എടുത്താൽ മതി. നമ്മളിപ്പോൾ ഈ വീഡിയോയിൽ ഇന്റേണൽ കമ്പഷൻ പവർ ടർബിനെ പറ്റി പ്രത്യേകിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല. അതിനെപ്പറ്റി വേറൊരു വീഡിയോ ചെയ്യാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ഷെയറൊക്കെ ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് ഗുഡ് ബൈ.